നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് പി ജയരാജൻ. ബന്ധമുള്ളത് പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രം. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യം വെച്ച്. പോലീസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയതാണ് സിപിഎമ്മിന്റെയും സർക്കാരിന്റെയും നിലപാടെന്നും പി ജയരാജൻ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഗുരുതി തറയ്ക്ക് സമീപത്തെ ഭണ്ഡാരം തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നു. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത നിലയിൽ. വടക്കാഞ്ചേരി മേഖലയിലെ ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാകുന്നു. ബൈക്കിലെത്തി വയോധികയുടെ മാല കവർന്ന പ്രതി കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മണ്ണൂർ സ്വദേശി പ്രവീൺ. വികസന കാഴ്ചപ്പാടിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വികസനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടത് ഓരോ കുടുംബത്തിലും പുരോഗമനപരമായ മാറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ. വികസനമെന്നാൽ റോഡും പാലവുമാണെന്ന കാഴ്ചപ്പാട് മാറണമെന്നും മന്ത്രി. പാലക്കാട്ട് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി രൂപീകരണ യോഗം. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേ മാനേജർക്കും കത്തു നൽകി. മലബാറിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണിതെന്നും അധികാരികൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും എം പി. പൂവിളിയുമായി അത്തമെത്തി. ഇനി ഓണാഘോഷത്തിന്റെ ആഹ്ലാദ നാളുകൾ. നാടും നഗരവും ആഘോഷ തിരക്കിലേക്ക്. വസന്തോത്സവത്തിന്റെ നിറച്ചാർത്തണിഞ്ഞ പ്രകൃതി. ഓണം ഒരുമയുടെ സുഗന്ധോത്സവം. വാർത്തകൾ വിശദമായി. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് പി ജയരാജൻ. റെഡ് ആർമി തന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമം. വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി സമ്മേളനങ്ങൾ മുന്നിൽ കണ്ടാണ് വ്യാജവാർത്തകൾ പ്രാധാന്യത്തോടെ പ്രചരിപ്പിക്കുന്നതെന്നും പി ജയരാജൻ പാലക്കാട്ട് പറഞ്ഞു. റെഡ് ആർമിയുമായി തനിക്കൊരു ബന്ധവുമില്ലെന്ന് പാലക്കാട്ട് മാധ്യമങ്ങളോട് സംസാരിക്കവേ പി ജയരാജൻ ആവർത്തിച്ചു. റെഡ് ആർമി തന്റെ പേരിലാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രമാണ് ബന്ധമുള്ളത്. പാർട്ടിയുടെ സമ്മേളനകാലത്ത് പല പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്തകൾ പ്രചരിപ്പിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടാണെന്നും പി ജയരാജൻ പറഞ്ഞു. എനിക്ക് റെഡ് ആർമിയുമായി യാതൊരു ബന്ധവും അങ്ങനെ എനിക്ക് പാർട്ടിയുടെ സാമൂഹ്യ മാധ്യമങ്ങളുമായിട്ടല്ലാതെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഞാനുമായിട്ട് ബന്ധമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നുണ്ട്. എനിക്കത്തരം ഒരു മാധ്യമവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പോലീസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. അതുതന്നെയാണ് പാർട്ടിയുടെയും സർക്കാരിൻ്റെയും നിലപാടെന്നും പി ജയരാജൻ വ്യക്തമാക്കി. ചില പരാതികൾ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അതുപോലെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും അത് സംബന്ധിച്ച് വ്യക്തമാക്കി. ഭരണ നേതൃത്വവും പാർട്ടി നേതൃത്വവും കൃത്യമായി നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഞാൻ പ്രത്യേകമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ സർക്കാരിൽ സമാന്തര അധികാര കേന്ദ്രം ഉണ്ടെന്നാണ്. അങ്ങനെയൊന്നും ഞാൻ കരുതുന്നില്ല. അത് സംബന്ധിച്ച് ഭരണ നേതൃത്വവും അതുപോലെ തന്നെ പാർട്ടി നേതൃത്വവും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും ശരിയായിട്ടുള്ള കാര്യമാണ്. അതാണ് സമൂഹം അംഗീകരിക്കുന്നത്. അൻവറിന്റെ പിന്നിൽ കോഴിക്കോട് കണ്ണൂർ കേന്ദ്രീകരിച്ചുള്ള വലിയൊരു ലഹരിയുണ്ട്. അല്ല, അങ്ങനെ പല മാധ്യമ പ്രചരണങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്ന് CPIM എന്ന പാർട്ടി ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ കരുത്തിനെ ശരിയായി മനസ്സിലാക്കാതെ ചില വലതുപക്ഷ മാധ്യമങ്ങൾ പാർട്ടി അനുഭാവികൾക്കിടയിലും മറ്റും ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ബോധപൂർവം വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നു. പേടി ന്യൂസാണ്. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള പല വാർത്തകളും വരുന്നുണ്ട്. ആ വാർത്തകളോടെല്ലാം ഓരോന്നിനോടും പ്രതികരിക്കേണ്ട ആവശ്യമില്ല. പൊതുവിൽ ഞാൻ പറഞ്ഞു, പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യമിട്ടിട്ട് പല വ്യാജ വാർത്തകളും വലതുപക്ഷ മാധ്യമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓരോ കുടുംബത്തിലും പുരോഗമനപരമായ മാറ്റം വരുത്താൻ കഴിയുന്ന തരത്തിലാകണം വികസനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വികസനമെന്നാൽ റോഡും പാലവും മാത്രമല്ലെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലാ ആസൂത്രണ സമിതിയുടെ പദ്ധതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിൻ്റെ വികസന കാഴ്ചപ്പാടുകളും മുൻഗണനകളും വികസന സാധ്യതകളും ഉൾക്കൊണ്ട് 2018 സർക്കാർ ആവിഷ്കരിച്ച ജില്ലാ പദ്ധതി പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ജില്ലാ പദ്ധതി രൂപീകരണ ശില്പശാല സംഘടിപ്പിച്ചത്.
ഓരോരുത്തരുടെയും സ്കിൽ കണ്ടെത്തി പരിപോഷിപ്പിക്കും വിധമാകണം വികസന പദ്ധതികളെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ധനസഹായം നൽകുന്നതിനു പകരം സ്കിൽ പരിപോഷിപ്പിച്ച് സമ്പാദ്യശീലം വർദ്ധിപ്പിച്ച് ജനങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ വികസന പദ്ധതികളിലൂടെ സാധിക്കണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര, കെ പ്രഭാകരൻ MLA, ജില്ലാ ആസൂത്രണ സമിതി സർക്കാർ പ്രതിനിധി TR അജയൻ, ജനകീയാസൂത്രണം ജില്ലാ ഫെസിലിറ്റേറ്റർ കെ ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ PR രത്നേഷ്, ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ അധ്യക്ഷന്മാർ, സർക്കാർ കോളേജ് പ്രതിനിധികൾ, ഗവേഷണ സ്ഥാപന പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ സംഘടനാ നേതാക്കൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ട്രെയിൻ ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് VK ശ്രീകണ്ഠൻ MP ആവശ്യമുന്നയിച്ച കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേ മാനേജർക്കും MP കത്തു നൽകി. മലബാറിലെ ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ആവശ്യമാണിതെന്ന് കത്തിൽ MP ചൂണ്ടിക്കാട്ടി. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ട്രെയിൻ ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് നേരത്തെ നിരവധി തവണ MP പാർലമെന്റിൽ ആവശ്യപ്പെട്ടിരുന്നു. മുമ്പും റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേ ജനറൽ മാനേജർക്കും കത്തുകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. മലബാറിലെ ജനങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമാണിതെന്ന് MP ചൂണ്ടിക്കാട്ടി. ബംഗളൂരുവിലും കർണാടകയിലെ മറ്റ് സ്ഥലങ്ങളിലും താമസിക്കുന്ന വിദ്യാർത്ഥികൾക്കും ജോലിക്കാർക്കും മറ്റ് യാത്രക്കാർക്കും ഈ ട്രെയിൻ നീട്ടുന്നത് ആശ്വാസമാകും. കോയമ്പത്തൂരിൽ നിന്ന് പാലക്കാട്ടേക്കോ ഷൊർണൂരിലേക്കോ കണക്ഷൻ ട്രെയിൻ ഇല്ലാത്തത് വളരെ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്. റെയിൽവേക്ക് ഏറെ സാമ്പത്തിക ലാഭം ട്രെയിൻ നീട്ടുന്നതിലൂടെയുണ്ടാകും. മലബാർ മേഖലയിൽ നിന്ന് ബംഗളൂരുവിൽ പഠിക്കുന്ന ധാരാളം വിദ്യാർത്ഥികൾക്ക് നടപടി ആശ്വാസമാകുമെന്ന് MP ചൂണ്ടിക്കാട്ടി. കേരളത്തിലേക്കുള്ള പ്രൈവറ്റ് ബസ്സുകൾ കൊള്ളലാഭം കൊയ്യുന്ന ഉത്സവ സീസണുകളിൽ ജനങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമായിരിക്കും ഈ ട്രെയിൻ നീട്ടുന്നതിലൂടെ ലഭിക്കുകയെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. വടക്കാഞ്ചേരി മേഖലയിലെ ക്ഷേത്രങ്ങളിൽ മോഷണം തുടർക്കഥയാകുകയാണ്. പ്രശസ്തമായ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിലെ ഗുരുതിത്തറയ്ക്ക് സമീപമുള്ള ഭണ്ഡാരം തകർത്താണ് മോഷ്ടാക്കൾ പണം കവർന്നിരിക്കുന്നത്. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ടുകൾ തകർത്തിട്ടുണ്ടെങ്കിലും മോഷ്ടാക്കൾക്ക് അവിടെ നിന്നും പണമെടുക്കാൻ സാധിച്ചിട്ടില്ല. വടക്കാഞ്ചേരി മേഖലയിലെ ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാവുകയാണ്. 1 മണിക്ക് ശേഷമാണ് കളവ് നടന്നിരിക്കുന്നത്. ഒരു ഭണ്ഡാരം മാത്രമേ കുത്തി തുറക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. മറ്റേ ഭണ്ഡാരങ്ങളൊന്നും കുത്തി തുറക്കാൻ കഴിഞ്ഞിട്ടില്ല. റെയിൽവേ ട്രാക്കിൻ്റെ പുറകിലൂടെയാണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത്. 2 സെക്യൂരിറ്റി ജീവനക്കാരിവിടെ ഉണ്ട്. CCTV ഉണ്ട്. പോലീസ് രാവിലെ തന്നെ ഇവിടെ എത്തി. അതിൻ്റെ മഹസൂം 3 പോലീസുകാർ ഇപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വിജിലൻസ് വിഭാഗമുണ്ട് ദേവസ്വത്തിൻ്റെ. അവരിപ്പോൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അവരിതാ എത്തി. പിന്നെ പോലീസ് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണ്. മോഷ്ടാവിൻ്റെ ചിത്രം കിട്ടിയിട്ടുണ്ട്. എന്തായിരുന്നു ദേവസ്വം ഈ ക്ഷേത്രങ്ങളിലെ ഈ മൺസൂൺ കാലം ആരംഭിച്ചതിന് ശേഷം ക്ഷേത്രങ്ങൾ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് മോഷണം നടന്നിരിക്കുകയാണ്. ഉത്രാളിക്കാവ് ക്ഷേത്രം അധികൃതർ വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ രാവിലെ വിളക്ക് വയ്ക്കാനായി ചെന്നപ്പോഴാണ് മോഷണ വിവരം ശ്രദ്ധയിൽപ്പെട്ടത്. വിവരമറിഞ്ഞ് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്ഷേത്ര പരിസരത്തെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നാളുകളായി കത്തുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ബൈക്കിലെത്തി വയോധികയുടെ മാല കവർന്ന പ്രതി പിടിയിൽ. മണ്ണൂർ കൊട്ടക്കുന്ന് സ്വദേശി 24 വയസ്സുള്ള പ്രവീണാണ് കോങ്ങാട് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 9-നായിരുന്നു സംഭവം. പാലക്കാട് തടുക്കശ്ശേരി കളപ്പാറ പാലത്തിന് സമീപം വെച്ച് കറുത്ത ബൈക്കിലെത്തിയ പ്രവീൺ വീട്ടിലേക്ക് പോവുകയായിരുന്ന വയോധികയുടെ മാല കവരുകയായിരുന്നു. വയോധികയുടെ അടുത്ത് ബൈക്ക് നിർത്തി വഴി ചോദിച്ച ശേഷം 3 പവൻ തൂക്കം വരുന്നതും 1,50,000 രൂപ വിലമതിക്കുന്നതുമായ സ്വർണ്ണമാല വലിച്ചു പൊട്ടിച്ച് ഇയാൾ കടന്നു കളയുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം മണ്ണാർക്കാട് DYSP സുന്ദറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തി വരികയായിരുന്നു. പരാതിക്കാരി ഉൾപ്പെടെയുള്ള നിരവധി പേരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചും 100ഓളം CCTV കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയുമാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത്. കൂടാതെ കൃത്യത്തിൽ ഉൾപ്പെട്ട വാഹനത്തിന്റെ നിറവും മോഡലും ഉൾപ്പെടുന്ന കാര്യങ്ങൾ പരിശോധിച്ചപ്പോൾ ലഭിച്ച വിവരങ്ങളും കേസിൽ വഴിത്തിരിവായി. അന്വേഷണ സംഘത്തിൽ കൊങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ R. സുജിത് കുമാർ, സബ് ഇൻസ്പെക്ടർ വിവേക് തുടങ്ങിയവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.
കോട്ടായിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം, 2 പേർക്ക് പരുക്ക്. വെള്ളിയാഴ്ച രാവിലെ 9 മണിയോടെ കോട്ടായി മേജർ റോഡിലാണ് അപകടം നടന്നത്. മങ്കര സ്വദേശികൾ സഞ്ചരിച്ച ബൈക്കും കുത്തന്നൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറുമാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിലെ സഹകരണ മേഖലയെ തകർക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ KCEU നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു EN സുരേഷ് ബാബു. കോവിഡ് കാലത്ത് പോലും സഹകരണ സ്ഥാപനങ്ങളെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചതെന്ന് EN സുരേഷ് ബാബു ചൂണ്ടിക്കാട്ടി. സഹകരണ സ്ഥാപനങ്ങളിലാകെ കള്ളപ്പണമാണെന്ന വ്യാജ പ്രചരണം നടത്തുകയാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ലായ സഹകരണ മേഖലയെ തകർക്കാൻ BJP അധികാരത്തിൽ കയറിയ നാൾ മുതൽ ശ്രമിക്കുന്നുണ്ടെന്നും സുരേഷ് ബാബു ആരോപിച്ചു. നമ്മുടെ കേരളത്തിൻ്റെ വികസന പ്രക്രിയയിൽ വലിയ പങ്കാണ് വഹിച്ചിട്ടുള്ളത്. പക്ഷേ ആ മേഖലയെ പൂർണ്ണമായും എങ്ങനെ തകർക്കുക എന്നുള്ള ഒരു പരീക്ഷണമാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. BJP ഗവൺമെൻറ് 2014 അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിലെ സഹകരണ മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരവധി ഇടപെടലുകളാണ് ഇതിനകം തന്നെ നടത്തിയിട്ടുള്ളത്. ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയം തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. KCEU ജില്ലാ പ്രസിഡന്റ് N രാജേഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK സുരേഷ് കുമാർ, ഗോപാലകൃഷ്ണൻ, ബബിത, VP സമിജ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പൂവിളിയുമായി അത്തം പിറന്നു. മലയാളിക്ക് ഇത് മധുരമുള്ള ഓണക്കാലം. വർണ്ണപ്പൂക്കളമൊരുക്കി അത്തത്തെ വരവേറ്റതോടെ പൊന്നോണത്തിന്റെ ഒരുക്കങ്ങളുടെ തിരക്കാണിനി. മലയാളത്തിന്റെ മാനസം പോലെ പ്രകൃതിയും അണിഞ്ഞൊരുങ്ങുന്ന വസന്തകാലമാണ് കേരളത്തിനിത്. പൂക്കളും പാറിപ്പറക്കുന്ന തുമ്പിക്കൂട്ടവും കാറ്റിൽ ഒഴുകിയെത്തുന്ന സുഗന്ധവും പൂവിളികളുടെ സംഗീതവും ദൈവത്തിന്റെ നാടിനെ തഴുകിത്തുടിപ്പിക്കുന്ന വിശേഷവേള. പൊന്നോണത്തിന്റെ കാത്തിരിപ്പിന് പൂക്കളങ്ങളുടെ വർണ്ണം ചാലിച്ച് അത്തം പിറന്നതോടെ ഇനി ഒരുക്കങ്ങളുടെ തിരക്കാണ്. രോഗദാരിദ്ര്യ ദുരന്തങ്ങളുടെ വേദനകളെ ഇത്തിരി നാൾ വിസ്മരിച്ച് ഇവിടെ ഈ ദിനങ്ങളിൽ മാനുഷരെല്ലാം ഒന്നുപോലെ. മാവേലി നാടുവാണ കാലത്തിന്റെ മധുരസ്മരണയാണിത്. പഴമയുടെയും പുതുമയുടെയും ആഘോഷ സങ്കല്പങ്ങൾ സമ്മേളിക്കുമ്പോൾ ഇന്ന് പൊന്നോണ ദിനങ്ങൾക്ക് വേറിട്ട പരിവേഷമാണ്. പൂവരയ്ക്കാനിറങ്ങിയിരുന്ന കുട്ടിക്കൂട്ടവും ഓണത്തിന്റെ തനത് നാടൻ കളികളുമെല്ലാം പരിമിതമാകുമ്പോഴും സ്മരണകൾ സമ്മാനിക്കുന്ന ഗൃഹാതുരതയെ താലോലിച്ച് പുത്തനോണത്തിന്റെ പകിട്ടിനെ ആവേശത്തോടെ ഉൾക്കൊള്ളാൻ മലയാളക്കര മടിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം മുതൽ നാട്ടിലും നഗരങ്ങളിലും പുഷ്പവിപണി സജീവമാണ്. മഞ്ഞ, ഓറഞ്ച്, ചെണ്ടുമല്ലിപ്പൂക്കളാണ് പൂത്തട്ടുകളിലെ രാജകുമാരി. വാടാമല്ലിയും ജമന്തി, റോസ്, അലരി തുടങ്ങിയ പൂക്കളും പൂക്കടകളിൽ ലഭ്യമാണ്. പഴം, പച്ചക്കറി വിപണിക്കും ഉണർവ് സമ്മാനിക്കുന്ന ദിനങ്ങളാണിനി. വസ്ത്രവിപണിയും ഉണർന്നു കഴിഞ്ഞു. ഓണക്കോടിയുടെ പകിട്ട് മലയാളിക്ക് നിർബന്ധമാണ്. വ്യത്യസ്ത ഫാഷനുകളിലും ഡിസൈനുകളിലുമുള്ള വസ്ത്രങ്ങൾക്ക് പുറമെ മലയാള തനിമയെ താലോലിക്കുന്ന വസ്ത്രശേഖരങ്ങളും വിവിധ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ കാണാം. വള്ളുവനാടിൻ്റെ ഓണം ഗ്രാമീണതയുടെ നിറവും സുഗന്ധവുമുള്ളതാണ്. ഉൾപ്രദേശങ്ങളിൽ പഴമയുടെ തനിമ ചോരാതെ ഓണാഘോഷം സ്നേഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും സമൃദ്ധിയുടെയും വിളംബരമായി ഇന്നും നിലനിൽക്കുന്നു. പാടങ്ങളിലും വഴിയോരങ്ങളിലും പഴയ തുമ്പയും മുക്കുറ്റിയും പൂത്തു നിൽക്കുന്നുണ്ട്. മ്ലാനതയുടെ മഴമേഘങ്ങൾ നീങ്ങുകയാണ്. പൊൻവെയിൽ ചിരിക്കുമ്പോൾ ഹൃദയങ്ങളിൽ നിറയുന്നു ഇളം ഊഷ്മാവുള്ള ആഹ്ലാദം. പൂവേ പുലി, പൂവേ പുലി, പൂവേ. മലയാളക്കര ആർത്തു വിളിക്കുന്നു, പൂവേ പുലി, പൂവേ പുലി, പൂവേ. ന്യൂസ് ഡെസ്ക് STV. കുസുമങ്ങളുടെ വർണ്ണപ്പൊലിമയിൽ സുമയുടെ കൃഷിയിടം. ഷൊർണൂർ സ്വദേശിനി PC സുമ ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ ഭൂമിയിൽ സമ്മിശ്ര കൃഷി നടത്തുന്ന മാതൃക കർഷകയാണ് സുമ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ പൈന്ത്രത്ത് CC സുമ ഓണവിപണി ലക്ഷ്യമിട്ടാണ് 2 മാസങ്ങൾക്ക് മുമ്പ് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത്.
പാട്ടത്തിനെടുത്ത 2.5 ഏക്കർ ഭൂമിയിലാണ് സുമ സമ്മിശ്ര കൃഷി ചെയ്തു വരുന്നത്. ഇതിൽ 25 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി. വല്ലപ്പുഴ കൃഷിഭവനിൽ നിന്നാണ് ചെണ്ടുമല്ലി ചെടികൾ എത്തിച്ചത്. കനത്ത മഴ തിരിച്ചടിയായെങ്കിലും കൃഷി ഒരുവിധം സംരക്ഷിച്ചെടുത്തു. വിളവെടുപ്പുത്സവം ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. എങ്ങനെയാണ് കാർഷിക രംഗത്ത് ഇടപെടാൻ സാധിക്കുക എന്നതിൻ്റെ ഉത്തമ മാതൃക കൂടിയാണ് സുമ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സുമയുടെ ഭർത്താവ് കൂടി ഇതിനകത്ത് ചേർന്നുകൊണ്ടാണ്, ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ടാണ് ഈ കൃഷികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും നന്നായി അനുമോദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ കാലത്ത്. കൃഷിക്ക് പ്രാധാന്യമുള്ള കാലമാണെങ്കിലും അത് ചെയ്യാൻ പലരും വിമുഖത പ്രകടിപ്പിക്കുന്ന കാലത്ത് അതിലേക്ക് സധൈര്യം ഇറങ്ങി വരിക എന്നുള്ളത് ഒരു കടുത്ത വെല്ലുവിളിയെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P. സിന്ധു, CDS ചെയർപേഴ്സൺ VC സിന്ധു, കർഷക സംഘം ഷൊർണൂർ വില്ലേജ് സെക്രട്ടറി മുരളീധരൻ മുണ്ടായ, പ്രദേശവാസികളായ ശ്രീമതി ഗിരിജ തുടങ്ങിയവർ പങ്കെടുത്തു. 12 വർഷത്തോളമായി കാർഷിക മേഖലയിൽ നിറസാന്നിധ്യമാണ് സുമ. നെൽകൃഷിക്ക് പുറമെ മഞ്ഞൾ, ഇഞ്ചി, കപ്പ, ചേന, മറ്റ് കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയെല്ലാം സീസൺ അനുസരിച്ച് സുമ കൃഷി ചെയ്തു വരുന്നുണ്ട്. പൂർണ്ണ പിന്തുണയുമായി ഭർത്താവ് മണികണ്ഠനും ഒപ്പമുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർധന കുടുംബത്തിന് വീടൊരുക്കി നൽകി CPM പ്രവർത്തകർ. കോങ്ങാട് പൂതംകോട് സ്വദേശിയായ പ്രമോദിനും കുടുംബത്തിനുമാണ് കോങ്ങാട്ടിലെ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. ഇടിഞ്ഞു വീഴാറായ വീട്ടിൽ 2 പെൺമക്കൾക്കൊപ്പമാണ് കോങ്ങാട് പൂതംകോട് ഓട്ടോ ഡ്രൈവറായ പ്രമോദ് താമസിച്ചു വരുന്നത്. പ്രമോദിന്റെയും കുടുംബത്തിന്റെയും പരിതാപകരമായ അവസ്ഥ മനസ്സിലാക്കിയാണ് കോങ്ങാട്ടെ CPM പ്രവർത്തകർ വീട് നിർമ്മിക്കാനായി മുന്നിട്ടിറങ്ങിയത്. 600 സ്ക്വയർ ഫീറ്റിൽ 9.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് വീടിന്റെ നിർമ്മാണം. താക്കോൽദാന ചടങ്ങിൽ ജില്ലാ കമ്മിറ്റി അംഗം PA ഗോകുൽദാസ്, ഏരിയ സെക്രട്ടറി CR സജീവ്, ഏരിയ അംഗങ്ങളായ V സേതുമാധവൻ, T അജിത്, A പ്രശാന്ത്, ലോക്കൽ സെക്രട്ടറിമാരായ SP ജയദേവൻ, MS ദേവദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വാണിയംകുളത്തെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കുടുംബസംഗമം നടന്നു. KVVS സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര ഉദ്ഘാടനം ചെയ്തു. സങ്കീർണമായ പ്രതിസന്ധികളിലൂടെയാണ് കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖല കടന്നുപോകുന്നതെന്ന് രാജു അപ്സര പറഞ്ഞു. ശേഷം 100% അത് നിർത്തലാക്കി എന്നുള്ളതാണ്. നിയമത്തിൽ അതിപ്പോഴും ഉണ്ട്. പക്ഷേ ഗവൺമെൻറ്റുമായുള്ള ധാരണയിൽ ഇത്തരത്തിൽ ചെയ്യാൻ പറ്റില്ല. അത് പാവപ്പെട്ട കച്ചവടക്കാർ ജനങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിന് നൽകുന്ന വിലയാണ്. നിങ്ങളിപ്പോൾ സാധാരണ ഇത് പർച്ചേസ് ചെയ്തോളൂ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല എന്ന ശക്തമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അത് അവസാനിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1600 രൂപയായി വർദ്ധിപ്പിച്ചപ്പോൾ നമ്മുടെ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞില്ല. നമുക്ക് 1300 തന്നെയായിരുന്നു. അതിന് ഗവൺമെൻറ് പറഞ്ഞത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം കൂടി ചേർത്തിട്ടാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത്. എന്നാൽ വ്യാപാരികൾക്ക് ഒരു മാനദണ്ഡവുമില്ലാതെ നൽകുന്നത് കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കേന്ദ്രത്തിൻ്റെ ഫണ്ട് വിനിയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് 1300 എന്നുള്ളത് 1600 ആക്കാൻ നിർവാഹമില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞു. ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റ് പ്രസിഡന്റ് TA മുഹമ്മദ് ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു. രാജു അപ്സര, ബാബു കോട്ടയിൽ, നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ഡോക്ടർ P. കൃഷ്ണദാസ്, ഹരിദാസ്, ഉമ്മർ, സുലൈമാൻ, അഭിലാഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റ് ബാബു കോട്ടയിൽ കുടുംബസഹായ നിധിയുടെ പ്രഖ്യാപനം നടത്തി. ജനറൽ സെക്രട്ടറി KA ഹമീദ് അംഗങ്ങളുടെ ലിസ്റ്റ് പ്രകാശനം ചെയ്തു. ജില്ലാ ട്രഷറർ ഹരിദാസ്, യൂണിറ്റ് വൈസ് പ്രസിഡന്റ് TK വിനിൽകുമാർ, TP സക്കീർ, മുസ്തഫ വല്ലപ്പുഴ, മുസ്തഫ മുളയങ്കാവ്, PT കൃഷ്ണകുമാർ, V മൊയ്തുഹാജി, KP ഉമ്മർ, KB ജൂബി, CP ജയൻ, ഡോക്ടർ കൃഷ്ണദാസ്, മൊയ്തുഹാജി, മുഹമ്മദ് മാസ്, പ്രദീപ്, രമേഷ്, വേണുഗോപാൽ, ജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. യൂണിറ്റിലെ അംഗങ്ങൾക്ക് ഓണക്കോടി വിതരണവുമുണ്ടായി. വിവിധ കലാപരിപാടികളും നടന്നു. ചന്തമേറിയ പൂവിലും ശബളഭമാം ശലഭത്തിലും
സന്തതം കരതാരിയെന്നൊരു ചിത്തചാതുരി കാട്ടിയും ഹന്തചാരു കടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മീട്ടിയും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളി ഗ്രാമപഞ്ചായത്തും കമല നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി അധ്യാപക ദിനാചരണം നടത്തി. ദിനാചരണ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേണുകാദേവി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഇ ബിന്ദു അധ്യക്ഷയായി. സാഹിത്യകാരൻ രഘുനാഥൻ പറളി മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരും ലൈബ്രറി പ്രവർത്തകരുമായ കൃഷ്ണ പിഷാരടി മാസ്റ്റർ, പൊന്മല മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ പി സി ദിനേശ്, ചെമ്പകവല്ലി, കെ പ്രീത, പഞ്ചായത്ത് സെക്രട്ടറി ഒ എ ബാബു എന്നിവർ സംസാരിച്ചു. CBSE സംസ്ഥാനതല ഫുട്ബോൾ മത്സരങ്ങൾക്ക് ശനിയാഴ്ച ആറ്റൂർ അറഫ സ്കൂളിൽ തുടക്കമാകും. അണ്ടർ 14, 17, 19 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നതെന്ന് ചെറുതുരുത്തിയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സ്കൂൾ ഗ്രൗണ്ടിന് പുറമെ ദേശമംഗലം മലബാർ എഞ്ചിനീയറിംഗ് കോളേജ് ഗ്രൗണ്ടിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. 106ഓളം ടീമുകൾ പങ്കെടുക്കുന്ന CBSE സംസ്ഥാന ഫുട്ബോൾ മത്സരത്തിനാണ് അറഫയിൽ തുടക്കമാകുന്നത്. ഇതിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തീകരിച്ചതായി ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് അറഫ സ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന മത്സരം കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യും. അറഫ ചാരിറ്റബിൾ ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷനാവും. 13-ന് വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യുമെന്ന് അറഫ ചെയർമാൻ KS അബ്ദുള്ള, ജനറൽ സെക്രട്ടറി KS ഹംസ, സെക്രട്ടറി PM അബ്ദുൾ ലത്തീഫ്, പ്രിൻസിപ്പൽ വസന്ത മാധവൻ, A അബു താഹിർ, S രമ്യ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഫുട്ബോൾ മാമാങ്കത്തിന് ആതിഥേയത്വം വഹിക്കാനുള്ള നിയോഗം അറഫയിൽ തന്നെ തേടി വന്നിരിക്കുകയാണ്. 7-ാം തീയതി കാലത്ത് തുടങ്ങുന്ന പരിപാടി 13-ാം തീയതി വരേക്കും നിലനിൽക്കും. 7-ാം തീയതി കാലത്ത് 6:30 മുതൽ കളികൾ ആരംഭിക്കും. 10 മണിക്ക് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങുകളിൽ ബഹുമാന്യനായ ആലത്തൂർ MP മുൻ മന്ത്രി സ്പീക്കറുമായ കെ രാധാകൃഷ്ണൻ കിക്ക് ഓഫ് നിർവഹിച്ച് തുടക്കം കുറിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. റെഡ് ആർമിയുമായി ബന്ധമില്ലെന്ന് ആവർത്തിച്ച് പി ജയരാജൻ. ബന്ധമുള്ളത് പാർട്ടിയുടെ നവമാധ്യമങ്ങളുമായി മാത്രം. വലതുപക്ഷ മാധ്യമങ്ങൾ വ്യാജവാർത്ത പ്രചരിപ്പിക്കുന്നത് പാർട്ടി സമ്മേളനങ്ങൾ ലക്ഷ്യം വെച്ച്. പോലീസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വ്യക്തമാക്കിയതാണ് CPM-ന്റെയും സർക്കാരിന്റെയും നിലപാടെന്നും പി ജയരാജൻ. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ മോഷണം. ഗുരുതി തറയ്ക്ക് സമീപത്തെ ഭണ്ഡാരം തകർത്ത് മോഷ്ടാക്കൾ പണം കവർന്നു. നാഗത്തറയിലെയും ആൽത്തറയിലെയും ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്ത നിലയിൽ. വടക്കാഞ്ചേരി മേഖലയിലെ ആരാധനാലയങ്ങളിൽ മോഷണം തുടർക്കഥയാകുന്നു. ബൈക്കിലെത്തി വയോധികയുടെ മാല കവർന്ന പ്രതി കോങ്ങാട് പോലീസിന്റെ പിടിയിൽ. അറസ്റ്റിലായത് മണ്ണൂർ സ്വദേശി പ്രവീൺ. വികസന കാഴ്ചപ്പാടിൽ മാറ്റം അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വികസനം ആസൂത്രണം ചെയ്യപ്പെടേണ്ടത് ഓരോ കുടുംബത്തിലും പുരോഗമനപരമായ മാറ്റം സൃഷ്ടിക്കാൻ പര്യാപ്തമാകുന്ന രീതിയിൽ. വികസനമെന്നാൽ റോഡും പാലവുമാണെന്ന കാഴ്ചപ്പാട് മാറണമെന്നും മന്ത്രി. പാലക്കാട്ട് ജില്ലാ ആസൂത്രണ സമിതി പദ്ധതി രൂപീകരണ യോഗം. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഉദയ് എക്സ്പ്രസ് ഷൊർണൂരിലേക്ക് നീട്ടണമെന്ന് VK ശ്രീകണ്ഠൻ MP. ആവശ്യമുന്നയിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും സദേൺ റെയിൽവേ മാനേജർക്കും കത്തു നൽകി. മലബാറിലെ ജനങ്ങളുടെ ദീർഘകാല ആവശ്യമാണിതെന്നും അധികാരികൾ അനുകൂല നിലപാട് സ്വീകരിക്കണമെന്നും MP. പൂവിളിയുമായി അത്തമെത്തി. ഇനി ഓണാഘോഷത്തിന്റെ ആഹ്ലാദ നാളുകൾ. നാടും നഗരവും ആഘോഷ തിരക്കിലേക്ക്. വസന്തോത്സവത്തിന്റെ നിറച്ചാർത്തണിഞ്ഞ് പ്രകൃതി. ഓണം ഒരുമയുടെ സുഗന്ധോത്സവം. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.